ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ വെബ്സൈറ്റിൻ്റെ പേര് cutout.pro എന്നാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. കറൻ്റ് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് നേരെ നിൽക്കുന്ന ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോനെ ആഡ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് കളറിൻ്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ചില എക്സാംസിനൊക്കെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വേണം, ചിലതിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് ഈ ബ്ലൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു ഷർട്ടിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് അടിപൊളിയൊരു കിടിലം ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ചേഞ്ച് ആവുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഷർട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോട്ട് സൂട്ട് ഇട്ട് കൊടുക്കാം. അത് കാണാൻ പറ്റും. നമുക്ക് കോട്ട് സൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അതായത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് Amazon Dating എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത്, നമുക്ക് ഹ്യൂമൻസിനെ മേടിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആമസോണിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന പോലെ കുറേ ആൾക്കാരെ ലിസ്റ്റ് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ പ്രൈസ് കാണാൻ പറ്റും. എത്രയാണ് പ്രൈസ്? $99 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബൈ നൗ കൊടുത്തുകൊണ്ട് ഇവരെ വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവരെ വാങ്ങിക്കാൻ പറ്റില്ല. ഇത് വെറുതെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ബൈ നൗ കൊടുത്തെന്ന് പറഞ്ഞ് ഇവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കത്തില്ല. നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ഇവിടെ ഫ്രീ റിട്ടേൺസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഫ്രീ ഡെലിവറി ടുഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, സോ അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് classcentral.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ലക്ഷക്കണക്കിന് കോഴ്സസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കോഴ്സാണോ പഠിക്കേണ്ടത് അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ട് ഇഷ്ടമുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, നല്ല കിടിലൊരു വെബ്സൈറ്റാണ്. സോ അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ palette.fm എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളറാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണത്. സോ കറൻ്റ്ലി എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീഡിയോസിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്തിൽ. ഓക്കെ, നല്ല അടിപൊളി ഒരു വെബ്സൈറ്റാണ്. അടുത്തത് magiceraser.io എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജസിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇട്ടുകൊണ്ട് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒരു തംബ്നെയിലാണിത്. അപ്പോൾ ഈ ഒരു തംബ്നെയിലിൽ നമുക്ക് ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് ഇറേസ് ആയി പോകുന്നത് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഫോട്ടോ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നല്ലൊരു കിടിലം വെബ്സൈറ്റാണ്. ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അടുത്തൊരു വെബ്സൈറ്റിൻ്റെ പേര് watermarkremover.io എന്നാണ്. അപ്പോൾ നിങ്ങൾ പേരിൽ കാണുന്ന പോലെ തന്നെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമേജ് നമുക്ക് ഇതിനകത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഷട്ടർ സ്റ്റോക്കിൻ്റെയൊക്കെ നല്ല കിടൽ ഇമേജ് കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇത് ഗെറ്റ് ഇമേജസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഒരു വാട്ടർമാർക്കാണ് ഈ കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു വാട്ടർമാർക്ക് റിമൂവ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ഇമേജിൻ്റെ വേണമെങ്കിലും വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. സോ നെക്സ്റ്റ് ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ labs.openai.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എ കാർ ഇൻ എ റിവർ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ,
ജനറേറ്റർ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് എല്ലാം ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. അപ്പോൾ ഇവർ തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിന് പകരം ഒരു എലിഫൻറ്റ് ഇൻ ഹൗസ് എന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എലിഫൻറ്റ് ഇൻ എ ഹൗസ് എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇമേജസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വെബ്സൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.